ശംശയിലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് 56-ാമത്തെ സങ്കീർത്തനം ധ്യാനിച്ചാലോ? അലച്ചിലുകളെ കുറിച്ച് എണ്ണുന്ന ദൈവം. 13 വചനങ്ങളാണ് ഇന്നത്തെ സങ്കീർത്തനത്തിലുള്ളത്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നവൻ ദൈവസന്നിധിയിൽ നന്ദി പ്രകാശനം നടത്തുന്നതാണ് ഇതിൻ്റെ മുഖ്യ ആധാരം. ഒന്നാമത്തെ ഭാഗം മനുഷ്യൻ്റെ അഹങ്കാരത്തെ ദൈവം തകർത്ത് കളയുന്ന കാര്യമാണെങ്കിൽ, രണ്ടാമത്തെ ഭാഗം നിലവിളിക്കുന്നതിനെ സംരക്ഷിക്കുന്നവനാണ് ദൈവമെന്നാണ് പറയുന്നത്. ശത്രുവിൻ്റെ തിന്മയ്ക്ക് ദൈവം ശിക്ഷ നൽകുന്നവനാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ക്ലേശം അനുഭവിക്കുന്ന വ്യക്തിക്ക് അവിടുന്ന് സമാശ്വാസം, സംരക്ഷണവും നൽകുമെന്ന് സങ്കീർത്തകൻ അടിവരയിട്ട് പറയുകയാണ്. ദൈവത്തിൻ്റെ രക്ഷ ലഭിച്ചവൻ അവിടത്തേക്ക് നന്ദി സൂചകമായിട്ട് നിരന്തരം കൃതജ്ഞതയുള്ളവനായിരിക്കണം എന്നതും സങ്കീർത്തകൻ എടുത്തു പറയുന്നുണ്ട്. ദൈവഭക്തൻ വളരെയേറെ വേദനകളുടെ മധ്യത്തിലാണെങ്കിലും ദൈവകരങ്ങളിൽ സുരക്ഷിതനാണെന്നുള്ള ഉറപ്പ് അവൻ കൈവിടരുത്. ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങളിലുള്ള ഭയവും വേദനകളുമെല്ലാം ശൂന്യമാക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കണ്ണുനീര് തുകൽക്കുടത്തിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന്, അതിന് വലിയ വില നൽകുന്നുണ്ടെന്നും ഞങ്ങൾ ഉത്തമ ബോധ്യമുള്ളവരാണ്. ഞങ്ങളെ രക്ഷിക്കണമെന്നുള്ള ഉറപ്പ് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം കർത്താവേ. ഞങ്ങളുടെ കൃതജ്ഞതാ ബലി അങ്ങ് സ്വീകരിക്കണം. ഇന്നത്തെ ദിവസം ദൈവത്തിന് സ്തുതിയും മഹത്വവും ആരാധനയും, നമുക്കെല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ദൈവം സമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.